മിണ്ടല്ലോ. എടാ കേളായി കിടക്കുന്നത് പൊങ്ങി കിടക്കുന്നയാ. It was at this moment that he knew he fucked up. നമ്മളിന്ന് മുടി വെട്ടാൻ പോവുക. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സലൂണിൽ പോയി ഒരു മുടി വെട്ടാൻ പോകുന്നത്. വീട്ടിൽ ആർക്കും അറിയത്തില്ല. നമുക്ക് സർപ്രൈസ് ചെയ്യാം. ഞാൻ ഹെയർ കട്ടിന് വേണ്ടി പോയത് നമ്മളെ കൊല്ലത്തെ സലൂണിന്റെ ഹെയറിലായിരുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സലൂണിൽ പോയി ഹെയർ കട്ട് ചെയ്യുന്നത്. അതും ഇത്രയും നീളമുള്ള എന്റെ മുടിയായിരുന്നു. ഇത് കട്ട് ചെയ്ത് നമ്മൾ ഷോർട്ടാക്കാൻ പോവുക. മുടിയും വെട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ വെട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഹെയർ കട്ട് ചെയ്തത് ഇങ്ങനെയാണ് വന്നത്. ഇതായിരിക്കും എന്റെ നാച്ചുറൽ ഹെയർ ആയിട്ട് കിടക്കുന്നത്. സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്ക് ലുക്ക് മാറുമെങ്കിലും പക്ഷെ എന്റെ ഹെയറിൽ ലാസ്റ്റ് ചെയ്തില്ല. പുള്ളി വളരെ സാഹസികമായി എന്റെ മുടി കേൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിനറിയാം. പക്ഷെ മുടി സെറ്റ് ചെയ്ത് വന്നപ്പോ എന്റെ പൊന്നോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച ഒരു ഇൻസ്റ്റന്റ് റിഗ്രറ്റ് ആയിരിക്കും എനിക്ക് വരുന്നത് ഇത്രയും മുടി ഷോർട്ട് ആക്കിയതുകൊണ്ട്. പക്ഷെ ഞാൻ ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എനിക്ക് ഞാൻ തന്നെ എനിക്ക് നിന്റെ ആനാണോ എന്നാലും ആലോചിച്ചു പോയി. Few moments later. ഉണ്ടല്ലോ. എടാ കേളായി കിടക്കുന്നത് പൊങ്ങി കിടക്കുന്നയാ. ഇച്ചിരി നിന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് വോയിസ് കിട്ടിയില്ല. മൈക്രോഫോൺ ഓഫ് ആയിരുന്നു. പക്ഷെ ചിപ്പിയുടെ റിയാക്ഷൻ വാസ് വണ്ടർഫുൾ. സാധനം എന്നെ പുച്ഛിച്ചിട്ടെങ്കിലും ചിപ്പി ഭയങ്കര സപ്പോർട്ടായിരുന്നു. 3-4 കോളിന് ശേഷമാണ് കോൾ എടുക്കുന്നെങ്കിലും റിയാക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്.